എല്ലാ സർക്യൂട്ടുകളിലും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കോമ്പണൻ്റാണ് റെസിസ്റ്ററുകൾ. റെസിസ്റ്ററുകൾ അതിൻ്റെ വാല്യൂ അടയാളപ്പെടുത്താൻ അതിൻ്റെ മേൽ കളർ കൊണ്ടുള്ള വളയങ്ങളുണ്ടാകും. ഈ വളയങ്ങളുടെ കളർ നോക്കിയാണ് റെസിസ്റ്ററിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. ഈ റെസിസ്റ്ററുകൾ അതിൻ്റെ വാല്യൂ അനുസരിച്ച് അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവിനെ കുറയ്ക്കുന്നു. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വാല്യൂവിലുള്ള റെസിസ്റ്ററുകളെ സെലക്ട് ചെയ്ത് മറ്റ് കോമ്പണൻ്റുകൾ, അതായത് മോസ്ഫെറ്റ്, IC, ട്രാൻസിസ്റ്റർ, LED ഇതുപോലുള്ള മറ്റു കോമ്പണൻ്റുകളെ ഡാമേജ് ആക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാവുന്നതും അതുപോലെ അവയെ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. ഈ റെസിസ്റ്ററുകളിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിന് കുറുകെയായി ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇൻറ്റു അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താവുന്നതാണ്. അതുപോലെ ഈ റെസിസ്റ്ററിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ഇതിലൂടെ ഒഴുകുകയാണെങ്കിൽ ഈ റെസിസ്റ്റർ ചൂടാവുകയും കത്തിപ്പോവുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ റെസിസ്റ്ററുകളിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിനനുസരിച്ച് അതിലുണ്ടാകുന്ന ചൂടിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് പവർ. ഇതിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. പവർ എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ഇതിന് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കാണാവുന്നതാണ്. കൂടുതൽ കറണ്ട് ഒഴുകേണ്ട സർക്യൂട്ടുകളിൽ കൂടുതൽ പവറുള്ള റെസിസ്റ്ററുകൾ ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമുക്ക് സർക്യൂട്ടുകളിൽ ഈ റെസിസ്റ്ററുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഈ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്ററും ഒരു LED എന്ന് പറഞ്ഞാൽ 3 വോൾട്ടും 20 മില്ലി ആമ്പിയർ കറണ്ടും എടുക്കുന്ന ഒരു LED പിന്നെ 6 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയുമാണ് ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ LEDക്ക് 20 മില്ലി ആമ്പിയർ കറണ്ടാണ് കൊടുക്കേണ്ടത്. മാത്രമല്ല ഈ LEDക്ക് ഇവിടെ കുറുകെ 3 വോൾട്ടേജിൻ്റെ ഡ്രോപ്പാണ് ഉണ്ടാവുക. ഈ LEDയിലൂടെ ഒഴുകുന്ന കറണ്ട് 20 മില്ലി ആമ്പിയറിൽ കൂടാതെ ഈ LED എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ സപ്ലൈ വോൾട്ടേജ് 6 വോൾട്ടേജാണ്. ഇത് ഈ റെസിസ്റ്റർ ഇല്ലാതെ ഡയറക്റ്റ് LEDയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ LEDക്ക് കുറുകെ ഈ ബാറ്ററിയുടെ 6 വോൾട്ടേജ് ഉണ്ടാവുകയും ഈ LEDയിലൂടെ ഒഴുകുന്ന കറണ്ട് 20 മില്ലി ആമ്പിയറിൽ കൂടുതൽ കറണ്ട് ഒഴുകുകയും ഈ LED കത്തിപ്പോവുകയും ചെയ്യുന്നു. ഈ LEDയിലൂടെ ഒഴുകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ ഈ റെസിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റെസിസ്റ്റർ ഇല്ലെങ്കിൽ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് പൂർണ്ണമായും LEDക്ക് കുറുകെ ഉണ്ടാവുകയും LED നശിച്ചു പോവുകയും ചെയ്യുന്നു. അതായത് ഈ ബാറ്ററിയുടെ 6 വോൾട്ടേജിൽ നിന്നും 3 വോൾട്ടേജ് മാത്രമാണ് ഈ LEDക്ക് ആവശ്യമായി വരുന്നത്. അതുപോലെ തന്നെ 20 മില്ലി ആമ്പിയർ കറണ്ടും. ബാക്കിയുള്ള ഈ ബാറ്ററിയുടെ 6 വോൾട്ടേജിൽ നിന്നുള്ള 3 വോൾട്ടേജിനെ ഈ റെസിസ്റ്റർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാറ്ററിയുടെ 6 വോൾട്ടേജിൽ നിന്നുള്ള 3 വോൾട്ടേജിനെ ഈ റെസിസ്റ്റർ കുറയ്ക്കുകയും ബാക്കിയുള്ള 3 വോൾട്ടേജിനെ LEDക്ക് നൽകുകയും ചെയ്യുന്നു. ഇനി ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനുപയോഗിക്കുന്ന ഇക്വേഷൻ V = I × R എന്ന ഇക്വേഷനാണ്. ഇവിടെ R = V/I എന്ന് കിട്ടുന്നു. I എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടും, R എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂവും, V എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജുമാണ്. I എന്നത് 20 മില്ലി ആമ്പിയർ. ഈ LEDയിലൂടെ ഒഴുകുന്ന കറണ്ട് തന്നെയാണ് ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്നത്. ഇനി റെസിസ്റ്ററിന് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്നത് ബാറ്ററിയുടെ വോൾട്ടേജ് മൈനസ് LEDയുടെ വോൾട്ടേജ് ആയിരിക്കും. ബാറ്ററി 6 - 3 വോൾട്ടേജ് = 3 വോൾട്ടേജ്. ഈ റെസിസ്റ്ററിൽ ഉണ്ടാകേണ്ട വോൾട്ടേജാണിത്. അതായത് 6 വോൾട്ടേജ്, ബാറ്ററിയുടെ 6 വോൾട്ടേജിൽ നിന്ന് 3 വോൾട്ടേജിനെ കുറച്ചിട്ട് 3 വോൾട്ടേജ് മാത്രം ഈ LEDയിലേക്ക് എത്തിക്കുന്നു. R = VI എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് റെസിസ്റ്ററിൻ്റെ വാല്യൂ കാണുമ്പോൾ 3/20 മില്ലി ആമ്പിയർ = 150 ഓംസ്. അതായത് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ 150 ഓംസ് ആയിരിക്കണം. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ 150 ഓംസ് ആകുമ്പോൾ 3 വോൾട്ടേജ് ഈ റെസിസ്റ്ററിന് കുറുകെ ഉണ്ടാവുകയും 20 മില്ലി ആമ്പിയർ കറണ്ട് LEDക്ക് കിട്ടുകയും ചെയ്യുന്നു. ബാറ്ററിയുടെ ബാക്കിയുള്ള 3 വോൾട്ടേജ് LEDക്ക് കുറുകെ ഉണ്ടാകുന്നു. ഇങ്ങനെ V =
IR എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു വോൾട്ടേജ് സോഴ്സിന് കുറുകെ സീരീസ് ആയിട്ട് 2 റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യുമ്പോൾ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂവിനനുസരിച്ചുള്ള ഒരു കറണ്ട് സർക്യൂട്ടിലൂടെ ഒഴുകുകയും ഈ വോൾട്ടേജ് ഈ 2 റെസിസ്റ്ററുകളിലുമായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സർക്യൂട്ടുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ബാറ്ററി വോൾട്ടേജ് 10 വോൾട്ടേജാണ്. R1 2Kയും R2ൻ്റെ വാല്യൂ 1Kയുമാണ്. നമുക്കറിയാം V = I × R. ഇവിടെ R എന്ന് പറഞ്ഞാൽ R1ൻ്റെയും R2ൻ്റെയും സം ആയിരിക്കും. കാരണം R1ഉം R2ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. R = R1 + R2. 1K + 2K = 3K, അതായത് 3000 Ohms എന്ന് കിട്ടുന്നു. ഇനി ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കാണാൻ I = V/R എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കാണാവുന്നതാണ്. 10/3K = 3.3 mA കറണ്ടാണ് ഈ സർക്യൂട്ടിലൂടെ ടോട്ടലായി ഒഴുകുന്നത്. ഇനി R1ന് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് VR1 = 2K × 3.3 mA = 6.7 വോൾട്ട്. അതേപോലെ R2ന് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് 1K × 3.3 mA = 3.3 വോൾട്ടേജ് എന്നും കിട്ടുന്നു. ഇവിടെ R1ന് കുറുകെ 6.7 വോൾട്ടും R2ന് കുറുകെ 3.3 വോൾട്ടും ഉണ്ടാകുന്നു. ഈ സർക്യൂട്ടിൽ 3 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. R1, R2, R3. മുമ്പ് കണ്ട സർക്യൂട്ടിലെ പോലെ തന്നെ ഇതിലെയും ഓരോ റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജും ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടും എങ്ങനെ കാണാമെന്ന് നോക്കാം. ഇവിടെ ബാറ്ററി വോൾട്ടേജ് 20 വോൾട്ടേജാണ്. R1 1Kയും R2 2Kയും R3 3Kയുമാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് R1 + R2 + R3 6K എന്ന് കിട്ടുന്നു. ഇനി സർക്യൂട്ടിലൂടെ ഒഴുകുന്ന മൊത്തം കറണ്ട് അതായത് I = V/RT. RT എന്ന് പറഞ്ഞാൽ ഈ R1ൻ്റെയും R2ൻ്റെയും R3യുടെയും മൊത്തം വാല്യൂ ആണ്. I = V/RT 20/6K = 3.3 mA കറണ്ട് ഒഴുകുന്നു. റെസിസ്റ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്തതുകൊണ്ട് R1ലൂടെയും R2യിലൂടെയും R3യിലൂടെയും ഒഴുകുന്ന കറണ്ട് ഒരേ കറണ്ടായിരിക്കും. അതായത് 3.3 mA കറണ്ടാണ് R1ലൂടെയും R2യിലൂടെയും R3യിലൂടെയും ഒഴുകുന്നത്. ഇനി ഓരോ റെസിസ്റ്ററിന് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. VR1 = 3.3 mA, അതായത് ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് × 1K. 1K എന്ന് പറഞ്ഞാൽ ഈ R1 എന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ. ഇത് നമുക്ക് 3.3 വോൾട്ടേജ് എന്ന് കിട്ടുന്നു. ഇനി R2 എന്ന റെസിസ്റ്ററിന് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് അഥവാ VR2 = 3.3 mA × 2K 6.7 വോൾട്ടേജ് എന്ന് കിട്ടുന്നു. ഇനി R3ക്ക് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് VR3 = 3.3 mA × 3K = 10 വോൾട്ടേജ് എന്ന് കിട്ടുന്നു. ഈ റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ടും അതുപോലെ തന്നെ പാരലലായിട്ടും കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി പാരലലായിട്ട് റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ R2ഉം R3യും പാരലലായിട്ടും R1 സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ 2 റെസിസ്റ്ററുകൾ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ലഭിക്കാൻ R2 × R3 / R2 + R3 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കാണാവുന്നതാണ്. ഇവിടെ R2 3Kയും R3 5Kയുമാണ്. അങ്ങനെയാകുമ്പോൾ R പാരലൽ = 3K × 5K / 3K + 5K 1875 Ohms എന്ന് കിട്ടുന്നു. അതായത് ഈ 2 റെസിസ്റ്ററിൻ്റെയും കൂടിയുള്ള ആകെ
വാല്യൂ ആണ് ഈ 1875 ഓംസ് എന്നത്. ഇത് 1875 ഓംസിൻ്റെ ഒരു റെസിസ്റ്ററിന് തുല്യമാണ്. അതായത് ഈ രണ്ട് പാരലൽ റെസിസ്റ്ററുകളുടെ വാല്യൂവിന് തുല്യമായ ഒരു സിംഗിൾ റെസിസ്റ്റർ കൊണ്ട് ഈ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയി വരുന്ന സർക്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ഈ സർക്യൂട്ടും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പാരലൽ റെസിസ്റ്ററിന് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് തുല്യമായിരിക്കും. ഇനി പാരലലായും സീരീസ് ആയിട്ടും റെസിസ്റ്ററുകൾ വരുന്ന സർക്യൂട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയി മറ്റൊരു റെസിസ്റ്ററിന് പാരലലായിട്ട് വരുന്നു. ഇവിടെ R2ഉം R3ഉം സീരീസ് കണക്ഷനാണ്. R1 അതിന് പാരലലായിട്ട് വരുന്നു. ഇവിടെ R2ൻ്റെയും R3യുടെയും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 പ്ലസ് R3 ആയിരിക്കും. കാരണം ഇത് സീരീസ് ആയിട്ടുള്ള കണക്ഷനാണ്. ഇവിടെ R2 പ്ലസ് R3 = 5K എന്ന് കിട്ടുന്നു. ഇത് 5Kയുടെ ഒരു സിംഗിൾ റെസിസ്റ്റൻസിന് തുല്യമാണ്. അതായത് ഈ സർക്യൂട്ട് ഈ രണ്ട് സീരീസ് ആയിട്ടുള്ള റെസിസ്റ്ററുകളെ ഒഴിവാക്കി ഒരു സിംഗിൾ 5K റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സീരീസ് റെസിസ്റ്ററുകൾക്ക് തുല്യമായിരിക്കും. ഇപ്പോൾ R2ൻ്റെയും R3യുടെയും ടോട്ടൽ റെസിസ്റ്റൻസ് 5K എന്നത് R4 എന്ന റെസിസ്റ്ററുമായി പാരലലായി വരുന്നു. ഈ റെസിസ്റ്ററുകൾ രണ്ടിൻ്റെയും ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ R2 പ്ലസ് R3 ഇൻറ്റു R4 R2 പ്ലസ് R3 പ്ലസ് R4 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കാണാവുന്നതാണ്. അതായത് ഈ 5K എന്ന റെസിസ്റ്ററിന് പാരലലായിട്ടാണ് R4 എന്ന റെസിസ്റ്റർ വരുന്നത്. ഇതിനുശേഷം നമുക്ക് സർക്യൂട്ട് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. അതായത് RT2 എന്ന് പറഞ്ഞാൽ R2ൻ്റെയും R3യുടെയും R4ൻ്റെയും ആകെ വാല്യൂ ആണ്. ഈ R3, R2, R4 ഇവയെ എല്ലാം കൂടി ഒരു RT2 എന്ന റെസിസ്റ്ററായി ഈ സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ടും